ലോകത്തിലെ ഏറ്റവും വലിയ വസ്ത്രശാല എന്ന് അവകാശപ്പെട്ടുകൊണ്ട് തുടങ്ങിയ സ്ഥാപനം 2 കോടി രൂപ മുടക്കി ഇന്ത്യയിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറിനെ കൊണ്ട് ഉദ്ഘാടനം നടത്തി. പക്ഷേ എല്ലാം കൈവിട്ടുപോയി. എന്തായിരുന്നു ആ തകർച്ചയുടെ കാരണം? ആഗ്രഹങ്ങൾ അതിരുവിട്ടതോ? അതെ, ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് കൊച്ചിയിലെ ഇമ്മാനുവൽ സിൽക്സിന്റെ കഥയാണ്. ഇമ്മാനുവൽ സിൽക്സിന് എന്ത് സംഭവിച്ചു എന്നത് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് നോക്കാം. ഇമ്മാനുവൽ സിൽക്സിന്റെ കഥ ആരംഭിക്കുന്നത് കൊച്ചിയിലല്ല, മറിച്ച് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന തൃശൂരിന്റെ മണ്ണിലാണ്. ഒരു ഹോൾസെയിൽ ടെക്സ്റ്റൈൽ വിതരണക്കാരായിട്ടായിരുന്നു അവർ ആരംഭിച്ചത്. എന്നാൽ പിന്നീട് സ്ഥാപകരായ ഔസേഫും ഭാര്യ ആനയും റീറ്റെയിൽ ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തീരുമാനിച്ചു. 2003 മന്നംപേട്ട എന്ന അവരുടെ നാട്ടിൽ 10,000 സ്ക്വയർ ഫീറ്റ് ഏരിയ ഉള്ള ഒരു പുതിയ ടെക്സ്റ്റൈൽ ഷോറൂം ആരംഭിച്ചു. അതായിരുന്നു അവരുടെ ബിസിനസ് കരിയറിലെ നാഴികക്കല്ല്. കേരളത്തിലെ ഗ്രാമീണ മേഖലയിൽ തുടങ്ങുന്ന ഏറ്റവും വലിയ ടെക്സ്റ്റൈൽ ഷോറൂമായിരുന്നു അത്. അവരുടെ മക്കളായ ടി.ഒ. ഷാജു, ടി.ഒ. ബൈജു, ടി.ഒ. രാജു, ടി.ഒ. ജിജു എന്നിവർ പിന്നീട് ബിസിനസിന്റെ ഭാഗമായി. ബിസിനസ് കൂടുതൽ വളരുന്നതിനും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഇവർ പ്രധാന പങ്കുവഹിച്ചു. ഒരു സാധാരണ തുണിക്കടയായി തുടങ്ങി പിന്നീട് ഹോൾസെയിൽ രംഗത്തേക്ക് കടന്ന ഒരു സ്ഥാപനമായിരുന്നു ഇത്. തൃശൂരിലെ ജയ്ഹിന്ദ് മാർക്കറ്റിലായിരുന്നു അവരുടെ ഹോൾസെയിൽ സ്റ്റോർ. ഇവിടെ നിന്ന് കേരളത്തിലെ പല ചെറിയ തുണിക്കടകളിലേക്കും അവർ തുണിത്തരങ്ങൾ എത്തിച്ചു. അവരുടെ പരിചയസമ്പത്തും ബിസിനസ് രീതികളും കൊണ്ട് അവർക്ക് വലിയ മുന്നേറ്റം കൈവരിക്കാൻ സാധിച്ചു. തൃശൂരിലെ ഹോൾസെയിൽ വിജയത്തിന് ശേഷമാണ് റീറ്റെയിൽ വിൽപ്പന രംഗത്തേക്ക് കടന്നത്. തൃശൂരിലും കോട്ടയത്തും ഷോറൂമുകൾ ആരംഭിച്ചു. ഈ ഷോറൂമുകളും ശ്രദ്ധേയമായി. സിനിമാ താരങ്ങളെ ഉപയോഗിച്ചുള്ള പരസ്യങ്ങളും ഉദ്ഘാടനങ്ങളും അക്കാലത്ത് അവർക്ക് വലിയ പ്രചാരം നേടിക്കൊടുത്തു. മോഹൻലാലും മമ്മൂട്ടിയും ഒരുമിച്ച് അവരുടെ ഒരു ഷോറൂം ഉദ്ഘാടനം ചെയ്തത് വലിയ വാർത്തയായിരുന്നു. ഇത് ഇമ്മാനുവൽ സിൽക്സിന് കേരളമെമ്പാടും പരിചിതമായ ഒരു പേര് നേടിക്കൊടുത്തു. ബിസിനസ്സിൽ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിൽ അവർ എന്നും മുന്നിലായിരുന്നു. ഓണം പോലുള്ള വിശേഷ അവസരങ്ങളിൽ കാറുകൾ സമ്മാനമായി നൽകുന്ന പദ്ധതികളൊക്കെ ആളുകളെ വളരെയധികം ആകർഷിച്ചു. തൃശൂരിലും കോട്ടയത്തുമുള്ള വിജയങ്ങൾക്ക് ശേഷം ഇമ്മാനുവൽ സിൽക്സിന്റെ മാനേജ്മെന്റ് വലിയ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി. കേരളത്തിലെ ഏറ്റവും വലിയ നഗരമായ കൊച്ചിയിലേക്ക് ബിസിനസ് വ്യാപിപ്പിക്കുക എന്നതായിരുന്നു ആ സ്വപ്നം. കേവലം ഒരു ഷോറൂം എന്നതിലുപരി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ടെക്സ്റ്റൈൽ ഷോറൂം എന്ന ലക്ഷ്യത്തോടെയായിരുന്നു കൊച്ചിയിലെ പദ്ധതിക്ക് തുടക്കമിട്ടത്. എറണാകുളം ബൈപ്പാസിന് സമീപം ഇടപ്പള്ളിയിലായിരുന്നു ഈ സ്വപ്ന പദ്ധതിക്കായി സ്ഥലം കണ്ടെത്തിയത്. അവിടെ ലക്ഷങ്ങൾ ചതുരശ്ര അടി വിസ്തീർണത്തിൽ ഒരു കൂറ്റൻ കെട്ടിടം ഉയർന്നു വന്നു. ഈ കെട്ടിടം തങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിറം നൽകുമെന്ന് മാനേജ്മെന്റ് ഉറച്ചു വിശ്വസിച്ചു. ഷോപ്പിംഗ് മാത്രമല്ല, വിനോദത്തിനും മറ്റാവശ്യങ്ങൾക്കുമുള്ള സൗകര്യങ്ങളും അവിടെ ഒരുക്കാൻ അവർ പദ്ധതിയിട്ടു. ഫുഡ് കോർട്ട്, കുട്ടികൾക്കുള്ള പ്ലേ ഏരിയ, VIP ലോഞ്ച്, ഫ്രീ ഇന്റർനെറ്റ്, ലൈവ് സ്റ്റേജ് ഷോകൾ, ഫാഷൻ ഷോകൾ, ATM കൗണ്ടറുകൾ, വിശാലമായ പാർക്കിംഗ് സൗകര്യം തുടങ്ങി നിരവധി കാര്യങ്ങൾ അവർ വാഗ്ദാനം ചെയ്തു. ഏകദേശം 5 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള ഈ കെട്ടിടം പൂർത്തിയായപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകളിൽ ഒന്നായി ഇത് മാറി. ഇമ്മാനുവൽ സിൽക്സ് കൊച്ചി ഷോറൂമിന്റെ ഉദ്ഘാടനം അക്ഷരാർത്ഥത്തിൽ ഒരു മേളയായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ടെക്സ്റ്റൈൽ ഷോറൂം എന്ന അവകാശവാദത്തോടെ എത്തിയ അവർ ഉദ്ഘാടനത്തിന് എത്തിച്ചത് ബോളിവുഡിന്റെ കിങ് ഖാനെ, ഷാറുഖ് ഖാനെ ആയിരുന്നു. 2021 ഡിസംബർ 4 നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ഷാറുഖ് ഖാനെ ഒരു നോക്ക് കാണാൻ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇടപ്പള്ളിയിലേക്ക് ഒഴുകിയെത്തിയത്. ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ചമക് ചലോ ഗാനത്തിന് ഡാൻസ് ചെയ്ത് ജനങ്ങളെ എന്റർടൈനും ചെയ്തു. അന്ന് അതൊരു വലിയ സംഭവം തന്നെയായിരുന്നു. മാധ്യമങ്ങൾക്ക് ചാകരയായിരുന്നു. ഇത് ഇമ്മാനുവൽ സിൽക്സിന് വലിയ പ്രചാരം നേടിക്കൊടുത്തു. ഉദ്ഘാടനത്തിനായി ഷാറുഖ് ഖാന് വലിയൊരു തുക പ്രതിഫലമായി നൽകിയെന്നും വാർത്തകൾ ഉണ്ടായിരുന്നു. അത് 2 കോടി രൂപയാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ ഉദ്ഘാടനം ഇമ്മാനുവൽ സിൽക്സിന് വലിയ പ്രതീക്ഷ നൽകി. കേരളത്തിലെ മാത്രമല്ല, ദക്ഷിണേന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഷോപ്പിംഗ് ഡെസ്റ്റിനേഷനായി കൊച്ചിയിലെ ഷോറൂം മാറുമെന്ന് അവർ സ്വപ്നം കണ്ടു. വലിയ ബിൽഡിംഗ്, ആകർഷകമായ ഇന്റീരിയർ, വൻതോതിലുള്ള സ്റ്റോക്ക്, സെലിബ്രിറ്റി ബ്രാൻഡ് അംബാസഡർമാർ എന്നിവയെല്ലാം അവർക്ക് അനുകൂല ഘടകങ്ങളായി തോന്നി. ഗംഭീരമായ ഉദ്ഘാടനത്തിന് ശേഷം ഇമ്മാനുവൽ സിൽക്സ് കൊച്ചിയിൽ പ്രവർത്തനം ആരംഭിച്ചു. തുടക്കത്തിൽ ആളുകളുടെ വലിയ തിരക്ക് അനുഭവപ്പെട്ടു. ലോകത്തിലെ ഏറ്റവും വലിയ ഷോറൂം കാണാനും അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങാനും നിരവധി പേരെത്തി. ആദ്യഘട്ടത്തിൽ തന്നെ കൊച്ചി ഷോറൂം ശ്രദ്ധ നേടുകയും അവാർഡുകൾ നേടുകയും ചെയ്തു. മികച്ച സംരംഭക അവാർഡും സിൽക്ക് മാർക്ക് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യയുടെ സിൽക്ക് മാർക്ക് സർട്ടിഫിക്കേഷനും ഇതിന് ലഭിച്ചു. ഓണം, റംസാൻ, ഷോപ്പിംഗ് ഫെസ്റ്റ് പോലുള്ള പ്രമോഷണൽ ക്യാമ്പയിനുകൾ അവർ ആരംഭിച്ചു. എന്നാൽ അധികം വൈകാതെ കാര്യങ്ങൾ പഴയതുപോലെ ആയില്ല. പ്രധാനമായും 2 കാരണങ്ങളാണ് ഇമ്മാനുവൽ സിൽക്സിന് വെല്ലുവിളിയായത്. ഒന്ന്, പ്രവർത്തനപരമായ ചെലവുകൾ. ഇത്രയും വലിയ ഒരു കെട്ടിടം പ്രവർത്തിപ്പിക്കാനുള്ള വൈദ്യുതി ബില്ലും വാടകയും വളരെ വലുതായിരുന്നു. ലഭിച്ച വിവരമനുസരിച്ച് കെട്ടിടത്തിന്റെ വാടക മാത്രം മാസത്തിൽ ഏകദേശം 60 ലക്ഷം രൂപയോളമായിരുന്നു. വൈദ്യുതി ബിൽ ഏകദേശം 30 ലക്ഷം രൂപയും. ഈ ഭീമമായ തുക കണ്ടെത്താൻ തക്ക വരുമാനം ഷോറൂമിന് ലഭിച്ചിരുന്നില്ല. രണ്ടാമത്തെ പ്രധാന പ്രശ്നം ഉപഭോക്താക്കളിൽ നിന്ന് ഉയർന്നു വന്ന പരാതികളായിരുന്നു.
ഉയർന്ന വില, സാധനങ്ങളുടെ നിലവാരമില്ലായ്മ, മോശം കസ്റ്റമർ സർവീസ് എന്നിവയെക്കുറിച്ച് പല ഉപഭോക്താക്കളും പരാതിപ്പെട്ടു. മൊത്ത വ്യാപാര രംഗത്ത് നിന്ന് ചില്ലറ വിൽപ്പനയിലേക്ക് മാറിയപ്പോൾ ഉൽപ്പന്നങ്ങളുടെ വില നിർണ്ണയിച്ചതിലെ പാളിച്ചകളും ഗുണനിലവാരം നിലനിർത്തുന്നതിലെ വീഴ്ചകളും തിരിച്ചടിയായി. ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് മറ്റ് കടകളിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്ന സാധനങ്ങൾ പോലും ഇമ്മാനുവലിൽ ഉയർന്ന വില ഈടാക്കിയിരുന്നു. വലിയ ഓഫറുകൾ നൽകുമ്പോഴും യഥാർത്ഥത്തിൽ വില കൂട്ടിക്കാണിച്ചതിന് ശേഷം ഓഫർ നൽകുന്ന ഒരു രീതിയാണ് അവർ പിന്തുടർന്നത് എന്നും ആക്ഷേപമുയർന്നു. അതായത് പ്രൈസ് കൂട്ടിയിട്ട് വലിയ ഡിസ്കൗണ്ട് കൊടുക്കുന്ന ഏർപ്പാട്. മറ്റൊരു പ്രധാന വെല്ലുവിളി കൊച്ചിയിലെ മത്സരം നിറഞ്ഞ തുണിക്കട രംഗമായിരുന്നു. ലുലു മാൾ പോലുള്ള വലിയ ഷോപ്പിംഗ് മാളുകളും മറ്റ് പ്രമുഖ തുണിക്കടകളും കൊച്ചിയിൽ ഉയർന്നു വന്നു. ഇവരുമായി മത്സരിക്കാൻ ഇമ്മാനുവൽ സിൽക്സിന് കഴിഞ്ഞില്ല. ലുലു മാൾ വന്നതോടെ ഇടപ്പള്ളി ഭാഗത്തുള്ള മറ്റ് കച്ചവട സ്ഥാപനങ്ങൾക്ക് വലിയ തിരിച്ചടിയേറ്റു. മുൻപ് സൂചിപ്പിച്ച പോലെ ഹൈ ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, ലോ റവന്യൂ, കസ്റ്റമർ ഡിസാറ്റിസ്ഫാക്ഷൻ എന്നൊക്കെ കാരണം ഇമ്മാനുവൽ സിൽക്സിനെ വലിയ നഷ്ടത്തിലേക്ക് തള്ളിവിട്ടു. ദിവസേന വലിയ തുക നഷ്ടത്തിൽ പ്രവർത്തിക്കുന്നത് അവർക്ക് താങ്ങാനാവുന്നതിലും അധികമായിരുന്നു. പ്രത്യേകിച്ച് വൈദ്യുതി ബിൽ ഒരു വലിയ ബാധ്യതയായി മാറി. ലുലു മാളിന്റെ വരവോടെ ആ പ്രദേശത്തെ വൈദ്യുതി വിതരണത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായതായി ചില റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. KSEBക്ക് ഇമ്മാനുവൽ സിൽക്സിന് ആവശ്യത്തിന് വൈദ്യുതി നൽകാൻ കഴിഞ്ഞില്ല. അതിനാൽ വലിയ തോതിൽ ജനറേറ്ററുകൾ ഉപയോഗിക്കേണ്ടി വന്നു. ഇത് ചെലവ് ഇരട്ടിയാക്കി. ഈ പ്രതിസന്ധിക്കിടയിൽ മറ്റു ചില പ്രശ്നങ്ങളും ഇമ്മാനുവൽ സിൽക്സിനെ വേട്ടയാടി. പ്രൊമോട്ടർമാർക്കെതിരെ തട്ടിപ്പ് കേസുകൾ ഉയർന്നു വന്നു. അവരുടെ പഴയ സ്ഥാപനമായ ഇമ്മാനുവൽ സാരിയുടെ പേരിൽ ബാങ്കുകളിൽ നിന്ന് ലോൺ എടുക്കുന്നതിന് വ്യാജരേഖകൾ സമർപ്പിച്ചു എന്നാരോപിച്ച് CBI കേസെടുത്തു. ഏകദേശം 4.41 കോടി രൂപയുടെ നഷ്ടം ബാങ്കിന് ഉണ്ടായതായാണ് കേസ്. കൂടാതെ ഒരു സിനിമാ താരത്തെ ഒരു പരിപാടിക്ക് കൊണ്ടുവരാമെന്ന് വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ ഒരു കേസും ഇമ്മാനുവൽ സിൽക്സുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നു. ഇതെല്ലാം സ്ഥാപനത്തിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചു. ഈ സാമ്പത്തികവും നിയമപരവുമായ പ്രശ്നങ്ങൾക്കൊടുവിൽ ഇമ്മാനുവൽ സിൽക്സ് കൊച്ചി ഷോറൂം അടച്ചുപൂട്ടാൻ മാനേജ്മെന്റ് തീരുമാനിച്ചു. ഉദ്ഘാടനം കഴിഞ്ഞ ഏകദേശം 1.5 വർഷം മാത്രം പിന്നിട്ടപ്പോഴാണ് ഈ തീരുമാനം. 2013 ജൂലൈ മാസത്തോടെ ഷോറൂം പ്രവർത്തനം നിർത്തി. ഏകദേശം 300-ലധികം ജീവനക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. ഭൂരിഭാഗം ജീവനക്കാരെയും 1 മാസത്തെ ശമ്പളം നൽകി പിരിച്ചുവിട്ടു എന്നും ചിലരെ തൃശൂരിലെ ഷോറൂമിലേക്ക് മാറ്റിയെന്നും റിപ്പോർട്ടുകളുണ്ട്. തുടക്കത്തിൽ കെട്ടിടം റെനോവേഷനായി അടച്ചിടുന്നു എന്നാണ് മാനേജ്മെന്റ് അറിയിച്ചിരുന്നതെങ്കിലും പിന്നീട് ഷോറൂം തുറന്നില്ല. കൊച്ചിയുടെ വാണിജ്യ ചരിത്രത്തിലെ ഒരു വലിയ സ്വപ്ന പദ്ധതി അങ്ങനെ പെട്ടെന്ന് അവസാനിച്ചു. എന്നാൽ ഇമ്മാനുവൽ സിൽക്സ് കൊച്ചിയിലെ മാത്രമല്ല, മറ്റ് ഇമ്മാനുവൽ സിൽക്സ് ബിസിനസ്സിന് എന്ത് സംഭവിച്ചു? ഇമ്മാനുവൽ സിൽക്സ് പേര് മാറി മരിയ സിൽക്സ് ആയെന്നും എവിടെയോ വായിച്ചതായി ഒരു ഓർമ്മ. കൊച്ചി ഷോറൂം അടച്ചുപൂട്ടിയെങ്കിലും അവരുടെ തൃശൂരിലെയും കോട്ടയത്തെയും പ്രവർത്തനങ്ങളെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ ലഭ്യമല്ല. കോട്ടയത്തെ ഷോറൂം പിന്നീട് മഹാലക്ഷ്മി സിൽക്സായി മാറിയെന്നും ആ കെട്ടിടം ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുകയാണെന്നും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ അറിവുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. തൃശൂരിലെ പഴയ മൊത്ത വ്യാപാര ബിസിനസ്സിൽ അവർ തുടരുന്നു എന്നും എന്നാൽ അതും പലപ്പോഴും പ്രശ്നങ്ങളിലാകുന്നുണ്ട് എന്നും ചില സംസാരങ്ങളുണ്ട്. പ്രൊമോട്ടർമാർക്കെതിരെയുള്ള നിയമ നടപടികൾ തുടർന്നുകൊണ്ടിരുന്നു. കൊച്ചിയിലെ ഇമ്മാനുവൽ സിൽക്സിന്റെ കൂറ്റൻ കെട്ടിടം പിന്നീട് എന്ത് സംഭവിച്ചു എന്നത് പലരും ശ്രദ്ധിച്ചിരുന്നു. ആ കെട്ടിടം പിന്നീട് ഗ്രാൻഡ് മാൾ എന്ന പേരിൽ ഒരു ഷോപ്പിംഗ് മാളായി രൂപാന്തരപ്പെട്ടു. നിലവിൽ വിവിധ കടകളും ഹൈപ്പർ മാർക്കറ്റും അടങ്ങിയ ഒരു പ്രധാന ഷോപ്പിംഗ് കേന്ദ്രമാണ് ഗ്രാൻഡ് മാൾ. ഇമ്മാനുവൽ സിൽക്സ് കൊച്ചി ഒരു പാഠമായിരുന്നു. വലിയ പ്രചാരണങ്ങളും അത്യാഡംബരങ്ങൾ കാണിച്ചും മാത്രം ബിസിനസ് നിലനിർത്താൻ കഴിയില്ലെന്ന് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ, ന്യായമായ വിലകൾ, മികച്ച ഉപഭോക്തൃ സേവനം എന്നിവ ഒരു സ്ഥാപനത്തിന്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. കൂടാതെ ഉയർന്ന വാടകയും പ്രവർത്തന ചെലവും ഒരു ബിസിനസ്സിന് എത്രത്തോളം വെല്ലുവിളിയാകും എന്നും ഇത് വ്യക്തമാക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഷോറൂം എന്ന സ്വപ്നത്തോടെ കൊച്ചിയിലെത്തിയ ഇമ്മാനുവൽ സിൽക്സ് സാമ്പത്തിക ബാധ്യതകളും പ്രവർത്തനപരമായ വെല്ലുവിളികളും നിയമപരമായ പ്രശ്നങ്ങളും കാരണം 1.5 വർഷത്തിനകം അടച്ചുപൂട്ടേണ്ടി വന്നത് കേരളത്തിലെ വ്യാവസായിക ചരിത്രത്തിലെ ഒരു ശ്രദ്ധേയമായ അധ്യായമാണ്. ഷാറുഖ് ഖാനെ കൊണ്ടുവന്ന് ഉദ്ഘാടനം നടത്തിയ ഷോറൂം പെട്ടെന്ന് അടച്ചുപൂട്ടിയത് അന്നത്തെ പ്രധാന ചർച്ചാ വിഷയങ്ങളിൽ ഒന്നായിരുന്നു. ഇന്ന് കൊച്ചിയിലെ ഇടപ്പള്ളി ബൈപ്പാസിലൂടെ കടന്നു പോകുമ്പോൾ ഗ്രാൻഡ് മാളായി തല ഉയർത്തി നിൽക്കുന്ന ആ കെട്ടിടം ഒരു കാലത്ത് ഇമ്മാനുവൽ സിൽക്സ് എന്ന പേരിൽ ഇവിടെ ഒരു വലിയ സ്വപ്നം ഉയർന്നു. എന്നാൽ അത് പെട്ടെന്ന് പൊലിഞ്ഞുപോയി എന്നതിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.